ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാൻ ആ പരിപാടിക്കില്ല. അപ്പോൾ എനിക്കിങ്ങനെയുള്ള ആളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം ഇന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് സീനില്ല. അവിടം വരെ പോയിട്ട് എനിക്ക് തിരിച്ചു വരുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ന് എനിക്കൊരു പ്രോഗ്രാം വന്നിട്ട് ആ പ്രോഗ്രാം ഒഴിവാക്കി. അതും ആ നാട്ടിൽ തന്നെയാണ് എനിക്ക് പ്രോഗ്രാം വന്നത്. ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എടുത്തിട്ട് ആ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ ഇന്ന് വരെ ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല. പ്രോഗ്രാം ഏറ്റിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഹൈ ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗായ്സ് എന്നാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നൊരു പ്രോഗ്രാമിന് കേട്ടോ, ചെറുപുഴയിൽ. അപ്പോൾ ഇപ്പോൾ സമയം എന്താ അറിയാം? ഇപ്പോൾ സമയം 6:30 മണി കഴിഞ്ഞ്, 6:38. ഓക്കെ, അപ്പോൾ മൈവായി. അപ്പോൾ നേരെ പ്രോഗ്രാമിന് കേട്ടോ. പിന്നെ രേഷ്മർലി ഉണ്ട് കൂടെ. അപ്പം അവൻ പഴയങ്ങാടി വരും. അപ്പോൾ അവനെയും എടുത്തിട്ട് നമ്മളെ വണ്ടിയിൽ ചെറുപുഴയിലേക്ക് കേട്ടോ. ഓക്കെ, എനിക്ക് ഇവിടുന്ന് ശരിക്കും കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഞാൻ ദൂരം പറഞ്ഞുതരാം. എൻ്റെ നാട്ടിൽ നിന്ന്, അതായത് പഴയങ്ങാടി ഏഴത്തുനിന്ന് എത്ര ദൂരം എന്നറിയാം? ഇപ്പോൾ പറഞ്ഞുതരേ. കുറച്ച് ഓടാനുണ്ട്. ചെറുപുഴയിലേക്ക് കറക്റ്റ് 55 മിനിറ്റ്, 38 കിലോമീറ്റർ കേട്ടോ എൻ്റെ നാട്ടിൽ നിന്ന്. അതായത് ഏഴത്തുനിന്ന് 38 കിലോമീറ്റർ. ഓക്കെ, എന്താ 55 മിനിറ്റ് 38 കിലോമീറ്റർ. ഓക്കെ ഗായ്സ്, വിടാ. പിന്നെ പോകുമ്പോൾ പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് രേഷ്മർലിനെയും കൂട്ടിയിട്ട് വിടാം. ഓക്കെ, അവനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ കേട്ടോ നമ്മളെ വണ്ടി. ഓക്കെ, ഫുള്ളി ഇരുട്ടായി. ഇവിടെ വന്നോ ഗായ്സ്? നല്ല ഇരുട്ടായി അല്ലേ? ആ പോവാ. ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. ഇത് ബാഗിന് കവറാട്ടാ. കാരണം റോഡ് പണിയെല്ലാം നടക്കാനല്ലോ, ഫുൾ പൊടിയാവും. ഹൈവേയിൽ കയറി കഴിഞ്ഞാലേ ഭയങ്കര പൊടിയാവും. അതുകൊണ്ട് ഇത് ബാഗ് കവർ തന്നെ കേട്ടോ. ബാഗിൻ്റെ കവറാണ് അതിന് ഇട്ട് വെച്ച് പോവാ. ഇൻഡിക്കേറ്റർ വെച്ച് അപ്പോൾ ഇവിടുന്ന് വിടാം കേട്ടോ. ഓക്കെ ഗായ്സ്, ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എവിടെ അറിയാം? കാഞ്ഞങ്ങാട് SS-ൻ്റെ പ്രോഗ്രാമാണ്. നമ്മൾ ഷുഗർഖാൻ്റെ പ്രോഗ്രാം. അപ്പോൾ പോയിട്ട് എന്താ പറയുക, വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കിട്ട് പോയതാണ്. ഓക്കെ, അതാ പിന്നെ അതിൻ്റെ വ്ളോഗ് ചെയ്യാൻ കേട്ടോ. ഒരു അമ്പലത്തിൽ, കാഞ്ഞങ്ങാടിലൊരു അമ്പലത്തിൽ ഉത്സവം. അപ്പോൾ ഒരു ഗാനമേള. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വിടാം കേട്ടോ. ഓക്കെ, അപ്പിഷ്കവും പോകാം, നമുക്ക് പോകാം. നമ്മണ്ടല്ലോ കാപ്പി പിടിക്കാൻ നിർത്തി കേട്ടോ. നമ്മളെ മെർലിൻ്റെ കൂടെ. മെർലി ആയി പറഞ്ഞേ. സുഖല്ലേ? പിന്നെ സുഖം. പൊളിക്കണ്ടേ? പിന്നെ പൊളിക്കണ്ടേ? പൊളിച്ചെടുക്കല്ലേ? കൂടി ഷോ ചെയ്യാൻ പോവാണ്. സോ ഒരു കാപ്പി കണ്ടിട്ടുണ്ട്, 2 കാപ്പി. ഓക്കെ, അതേ നടക്കൂലോ. കാപ്പി ഇവനോട് വാ വാ വാ, കാപ്പി എടു. നിന്റെ പുറത്ത് പറഞ്ഞോ കാപ്പി വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചിനി. ഒരു ചായ കുടിച്ചിട്ടാണ് വന്നിരിക്കും. തപ്പി ചായ ആക്കി തന്നെ. അത് പിന്നെ സ്ഥിരം വൈകിട്ട് ചായ, ഞാൻ പറഞ്ഞില്ല രാവിലെയും വൈകിട്ട് ഓരോ ചായ. അപ്പോൾ കാപ്പി എന്താണ്? എടാ അതിനുള്ള തേങ്ങ ഉന്നക്കായ. പല ആൾക്കാരും ഇത് കാലിക്കറ്റിലെ ഒരു പ്രീഷ്യസ് ഫുഡാണ്, അല്ലെങ്കിൽ ഒരു ഡെലീഷ്യസ് ഫുഡാണ് എന്ന് പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണൂരിലുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഉന്നക്കായയുടെ പല ഇതുപോലെ കടകളിൽ. ഇപ്പം സോ ദിസ് ഇസ് ചായ് സ്പോട്ട്. എരിപുരം അവിടെ ചായ് സ്പോട്ട് എരിപുരം. ഇവിടെയും ഇങ്ങനെയുള്ള പല സ്പോട്ടിലും നല്ല നല്ല കടികളുണ്ട്. സോ നമ്മൾ ഒരു ജില്ലയെ മാത്രം ജഡ്ജ് ചെയ്തുകൊണ്ട് ഇന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നല്ല സ്നാക്സ് ഉള്ളൂ എന്ന് പറയരുത്. സോ നമ്മൾ അറിയാത്ത പല ഏരിയാസിലും ലെജൻസ് ആയിട്ടുള്ള പല മേക്കേഴ്സും ഒരുപാട് ഇതുപോലത്തെ പലഹാരങ്ങൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ സ്പോട്ടിൽ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക ആൻഡ് ടേസ്റ്റ് ദ ഫീൽ ആൻഡ് അത് ഫീൽ ചെയ്യുക. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എന്താ പറയുക, ഇവിടെ ഞങ്ങൾ കായട പറയും, കാലിക്കറ്റിൽ ഉന്നക്കായ എന്ന് പറയും. പിന്നെ കാലിക്കറ്റിൽ ഉന്നക്കായനും രണ്ടും പറയും. പിന്നെ പല ഏരിയയിൽ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. സോ ദിസ് ഇസ് സോ ഗുഡ്. ഐ ആം ഗോയിങ് ടു ടേസ്റ്റ് ദിസ്. ഡെലീഷ്യസ്. കേട്ടില്ലേ?
യൂട്യൂബറാ അതെയോ? നമ്മളെ സബ്സ്ക്രൈബർ ആട്ടോ. ഒരായി പറഞ്ഞാടാ ഒരാളെപ്പോഴുണ്ട്. ഗായ്സ് അപ്പോൾ ഇവിടുന്ന് പോയാട്ടോ കാപ്പി പിടിച്ച് നമ്മൾ ഇവിടെ പോവാ. ഇവിടെ അല്ലേ എന്നേരം ചെറുപുഴ. സോറി, ചെറുപുഴ. നമ്മൾ ചെറുപുഴ ചെറുപുഴ എത്തിയിട്ട് കാണാട്ടോ. ഓക്കെ, ടൈമുണ്ട്. ഓക്കെ ഗായ്സ്, അങ്ങനെ ഇവിടെ എത്തിയാട്ടാ, ചെറുപുഴ എത്തി. തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഏകദേശം തണുപ്പ് എങ്ങനെയുണ്ട്? We reached the space and we gonna rock here. പൊളി. ബ്രോ എന്താ തിരക്കുണ്ടോ? ആൾക്കാരിറങ്ങണ്ടോ? ഈ പള്ളി തന്നെയാ. ഇതാ ഈ പള്ളി കേട്ടോ. ഇവിടെയാണ് പ്രോഗ്രാം. സെൻറ് മേരീസ് ഫെറോണ പള്ളി, ചെറുപുഴ. ഓക്കെ, എവിടെ സൈഡൊക്കെ വണ്ടി? നമുക്ക് അതിൻ്റെ ഉള്ളിൽ പാർക്കിംഗ് ഉണ്ട്. വേണേ അതിൻ്റെ ഉള്ളിൽ അതാ, അതിനപ്പുറം തന്നെ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടെ. ഓക്കെ, വളക്കട്ടെ വണ്ടി പാർക്കിങ്ങിലേക്ക്. ഗായ്സ്, അങ്ങനെ വണ്ടി ഇവിടെ വെക്കാട്ടോ. ഓക്കെ, തണുത്തൊക്കെയാണല്ലോ ഗായ്സ്. ഇതാണ് ചർച്ച്, കണ്ടോ? പള്ളി ഉണ്ടോ? സ്റ്റേജ് തണുപ്പെന്നുള്ള പറഞ്ഞാലല്ല ടംബു. എന്താ മോനെ, സുഖല്ലേ? ഓർമ്മ തന്നെ? പിന്നല്ലാണ്ട് ഓർമ്മയില്ല. ഗായ്സ്, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി കേട്ടോ. പ്രോഗ്രാമിൻ്റെ സ്ഥലത്തുനിന്ന് ഞാൻ തിരിച്ച് പോവുകയാണ്. പ്രോഗ്രാം നടക്കണത്രേ, പക്ഷെ ഇപ്പം തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ തിരിച്ച് പോവുകയാണ് ഗായ്സ്. അങ്ങനെ പിലാത്തറ എത്തിയേട്ടാ. ഞാൻ ചായ പിടിക്കാൻ വേണ്ടിക്ക് നിർത്തിയതാ. പിലാത്തറിലേക്ക് വന്നു. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. ഞാൻ ആ പരിപാടിക്കില്ല. സംഭവം വെച്ചാൽ നിങ്ങളിപ്പം കണ്ടില്ലേ, ഞാനവിടെ എന്താ പറയുക സ്റ്റേജിലെത്തി. അവരൊക്കെ കണ്ട് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോയതാ. ഡ്രസ്സ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിക്ക്, ഒന്ന് റെഡിയാകാൻ വേണ്ടിക്ക് പോയതാ. പോകുമ്പോൾ ഒരാൾ എന്നെ ഇവിടെ എന്താ പറയുക, അവിടുത്തെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഒരാളെ ഏൽപ്പിച്ചു, പക്ഷെ വേറൊരാൾ നിങ്ങളെപ്പോലെ ഉള്ള എന്താ പറയുക ഫാസ്റ്റ് പാടുന്ന ഒരാളെ ഏൽപ്പിച്ചു. ഞാനിപ്പം സിംഗർ അധികമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ സംസാരമായി. സംഭവം എന്ന് വെച്ചാൽ എന്നെ ഈ പ്രോഗ്രാം ഒരു മാസം മുമ്പേ ഏൽപ്പിച്ച, ഒരു മാസത്തിന് മുമ്പേ അവരെ വോയിസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. മിന്നാന്ന് വരെ വിളിച്ചിട്ട് സംസാരിക്കുന്ന വോയിസ് എൻ്റെ അടുത്തുണ്ട്. പ്രോഗ്രാം കൺഫേമാണ്, 27-ാം തീയതി പ്രോഗ്രാം കൺഫേം ആണെന്ന് പറഞ്ഞു. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, എൻ്റെ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെപ്പിനാനും സംസാരിക്കുന്ന അതിൽ പറയുന്നുണ്ട്. കാരണം ചെപ്പി എനിക്കൊരു 27-ാം തീയതി വേറെ പ്രോഗ്രാം തന്നിട്ട് ഞാനത് എടുത്തിട്ടില്ല. അത് ഈ ചെറുപുഴ ഭാഗത്ത് തന്നെ നമുക്കറിയുന്ന ഒരാളെ പ്രോഗ്രാം. കാര്യം എനിക്ക് ഈ പ്രോഗ്രാം ഉണ്ട്, ഇതന്നെ ഒരു മാസം മുമ്പേ ഏൽപ്പിച്ചാണ്. അതിൽ ഞാൻ അവരെ പേരും പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ച ആളെ പേരും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടവർക്കല്ല അറിയാം. ഞാനതിൽ പറയുന്നുണ്ട് എനിക്ക് ജിത്തു ജോസിൻ്റെ പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ചെപ്പിൻ്റെ പ്രോഗ്രാം എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കാര്യം ജിത്തു ജോസിൻ്റെ പ്രോഗ്രാം ഓൾറെഡി ഞാൻ എടുത്തുകൊണ്ട് എനിക്ക് വേറെ പ്രോഗ്രാം എടുക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയല്ല, നമ്മൾ പ്രോഗ്രാം എടുത്താൽ അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്നോട് പറയുക, നിനക്ക് പകരം ഇവിടെ ഒരാൾ ആക്കിയെന്ന്. ഞാൻ അവസ്ഥ ആലോചിച്ചൊക്കെ. സംഭവം വെച്ചാൽ ശരിക്കും പ്രോഗ്രാം എടുത്ത ആൾ ഓരോ പാട്ടുകാരിങ്ങനെ ഇട്ടതാണ്. അതിലൊരു പാട്ടുകാരനാണ് ജിത്തു ജോസ്. അപ്പോൾ ജിത്തു ജോസിന് വേറെ പ്രോഗ്രാം വന്നു, ഇവിടെ ലോങ് വീഡിയോ പ്രോഗ്രാം വന്നു, കുറച്ച് ദൂരെ പ്രോഗ്രാം വന്നേരം ജിത്തു ജോസ് എന്നെ പ്രോഗ്രാമിനാക്കി. കാരണം അവനിക്ക് പകരം പാടാൻ വേണ്ടിക്ക് അവനില്ല. അപ്പം ആ പ്രോഗ്രാമിന് പാടാൻ വേണ്ടിക്ക് എന്നെ ആക്കി. അപ്പോൾ ഈ ജിത്തു ജോസ് പോകുന്നത് പറഞ്ഞിട്ട് ഈ ജിത്തു ജോസ് 27-ാം തീയതി പ്രോഗ്രാമിനില്ല, വേറെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം എടുത്ത ആൾ വേറൊരാളെ ആക്കി. അങ്ങനെ ഞാൻ ഈ പറഞ്ഞതേ. അങ്ങനെ ഇന്ന് സ്റ്റേജിൽ 2 ആൾ. അപ്പം ജിത്തു ജോസ് എൻ്റെ നമ്പർ കൊടുത്തിട്ട് അവിടുന്ന് പ്രോഗ്രാമിൻ്റെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിന്. അപ്പോൾ മിന്നാന്ന് എന്നെ വിളിച്ചേരം പറഞ്ഞു, പ്രോഗ്രാം ഇന്ന സമയത്ത് എത്തണം,
അപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇന്ന് നമ്മളെ കീബോർഡിസ്റ്റ് കണ്ണൂരിൽ വരുന്നുണ്ട്, അവരെ വണ്ടിയിൽ കയറിയാൽ മതി അങ്ങനെ പറഞ്ഞു. അപ്പോൾ കീബോർഡിസ്റ്റ് ഞാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞ് എൻ്റെ വണ്ടിയിൽ 5-6 ആളുണ്ട്, നിങ്ങൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ട് വരാം. അങ്ങനെയാണ് ഇന്ന് ഞാൻ രേഷ് മെർലി അവിടെയുണ്ട്. രേഷ് മെർലിയും ഇന്ന് ആ പ്രോഗ്രാമിനുണ്ട്. അപ്പോൾ രേഷ് മെർലിനെയും കൂട്ടിയിട്ട് ഞാൻ ഇന്ന് അടുത്തേക്ക് വന്നത്. പക്ഷെ ഇത് വല്ലാത്തൊരവസ്ഥയായി. കാര്യം എനിക്ക് സങ്കടമായത് അതുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര സങ്കടമായത് അതുകൊണ്ടല്ല. ഞാൻ ഒരു പ്രോഗ്രാം ഒഴിവാക്കിയിട്ടാണ് എന്താ പറയുക ഈ പ്രോഗ്രാമിന് നിൽക്കുന്നത്. ഈ പ്രോഗ്രാം എടുത്തുകൊണ്ട് ഞാൻ വേറെ പ്രോഗ്രാം ഒഴിവാക്കി. എന്നിട്ട് ഇത് അവിടെ എത്തിയിട്ട് ആ സ്റ്റേജിൻ്റെ അടുത്തുനിന്ന് എന്നോട് പറയാൻ നിങ്ങൾക്ക് പകരം ഇവിടെ വേറൊരാളുണ്ട്, ഞാൻ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ആ ചങ്ങായി അവിടെ ഉണ്ട്, നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടില്ല, ഒരു ഗ്ലാസ് ഇട്ടിട്ട് ഒരു ചങ്ങായി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അഷഫേ നീ പാടിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പാടുന്നില്ല, നീ പാടിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട, നിന്നെ പ്രോഗ്രാം എടുത്താളിട്ടല്ലേ, നിങ്ങൾ എന്നെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്ത് ഇറങ്ങി. ഇതാണ് ഉണ്ടായത്. കാര്യം ഇന്ന് ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് സീനില്ല, അവിടം വരെ പോയിട്ട് എനിക്ക് തിരിച്ചു വരുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ന് എനിക്കൊരു പ്രോഗ്രാം വന്നിട്ട് ആ പ്രോഗ്രാം ഒഴിവാക്കി. അതും ആ നാട്ടിൽ തന്നെയാണ് എനിക്ക് പ്രോഗ്രാം വന്നത്. ആ നാട്ടിൽ ഫാസ്റ്റ് സിംഗറായിട്ട് പെർഫോം സിംഗറായിട്ട് വന്ന പ്രോഗ്രാം അത് ഒഴിവാക്കി. ഈ പ്രോഗ്രാം എനിക്ക് ഉള്ളതുകൊണ്ട് ഈ വാക്കാണ് വലുതെന്ന് പറയുന്നില്ലേ. ഇതിന് പകരം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എടുത്തിട്ട് ആ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചിട്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. പ്രോഗ്രാം ഏറ്റിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചിങ്ങോട്ട് എത്തിയാലും ഞാൻ രേഷ് മെർലിനെ വിളിച്ച്, എൻ്റെ കൂടെ പാടാൻ വന്ന രേഷ് മെർലിനെ വിളിച്ചു. അപ്പം മെർലിനോട് ചോദിച്ചാൽ നീ എവിടെയുള്ള? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അവിടെ നിന്ന് വിട്ടെന്ന് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറിയിട്ട് വരില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ പിലാത്തറിലെത്തി ചായ കുടിക്കണം. അപ്പോൾ എനിക്കിങ്ങനെയുള്ള ആളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരോടും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ചായ പറയട്ടെ. ഓക്കെ, ഒരുപാട് ചായ നോക്കട്ടെ. ചായ മധുരം കമ്മിയേ. ഓക്കെ, ചായക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ചായ കുടിച്ചിട്ട് പോകും. ഓക്കെ, ഇത് മധുരം കമ്മി. നാം ജമീർ. അടിയിരിക്കാം, ഇരുന്നിട്ട് കുടിക്കാം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫീലായത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് വേറൊരു പ്രോഗ്രാം വന്നിട്ട് അത് ഒഴിവാക്കിയിട്ട്. കാര്യം നമുക്ക് വാക്കാണ് വലുത്. കാരണം അവൻ എന്നോട് അങ്ങനെ കൺഫേം ആക്കിയതാണ്. ഞാനും കുറേ വട്ടം, ഒരു 4-5 വട്ടം അവനോട് ചോദിച്ചാണ് ഈ പ്രോഗ്രാം കൺഫേം ആണോ. അവൻ കൺഫേം ആണ്, ഡേറ്റും എല്ലാം പറയുന്നതിൻ്റെ വോയിസ് റെക്കോർഡ് വരെ എൻ്റെ ഫോണിലുണ്ട്. അവൻ എന്നോട് സംസാരിച്ചതിൻ്റെ വോയിസൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് വാക്കാണ് വലുത്. അപ്പോൾ അവൻ്റെ പ്രോഗ്രാം എടുത്തിട്ട് ഞാൻ വേറെ പ്രോഗ്രാം എടുക്കില്ല. അപ്പോൾ ആ നാട്ടിൽ തന്നെ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിട്ട് അത് ഇതുമില്ല അതുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയില്ലേ, അതാണ്. അത് എനക്കെന്നല്ല, ആർക്കാലും വിഷമം ഇല്ലേ എന്നെ പറയാട്ടോ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളോട് എനിക്ക് അതേ പറയാനുള്ളൂ, ആരോടും ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ ആദ്യം എന്താ വേണ്ടി വെച്ചാൽ എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടേ പ്രോഗ്രാമിനെ ഏൽപ്പിക്കാൻ പറ്റും. ഒരു സിംഗേഴ്സിന് ഇടുമ്പോൾ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് പോയേട്ടോ. ഓക്കെ.